സ്റ്റോറി മന്ദിരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരന്റെ കണ്ണുകൾ തമ്മിൽ. സേതുമാധവൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് അയാളുടെ മൊബൈലിൽ ഒരു കോൾ വന്നത്. കാറിന്റെ വേഗം കുറച്ചിട്ട് അയാൾ മൊബൈൽ എടുത്തു നോക്കി. ആരതിയാണ് വിളിക്കുന്നത്. അയാൾ വണ്ടി റോഡിന്റെ ഓരം ചേർത്ത് നിർത്തിയിട്ട് കോൾ എടുത്തു. എന്താ മോളെ, അച്ഛനിപ്പോൾ എവിടാണ്? അവൾ ചോദിച്ചു. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പറ, എന്താ നീ വിളിച്ചത്? ഡ്രൈവ് ചെയ്യുവാണോ? ആയിരുന്നു, ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുക. മണി 8:30 ആയല്ലോ. വീട്ടിലേക്ക് പോ. അങ്ങ് ചെന്നിട്ട് അച്ഛൻ വിളിച്ചാൽ മതി. ശരി മോളെ. കോള് കട്ട് ചെയ്തിട്ട് സേതുമാധവൻ കാർ മുന്നോട്ടെടുത്തു. കൊച്ചിയിൽ MBAക്ക് പഠിക്കുകയാണ് ആരതി. ഇത് 3ാമത്തെ സെമസ്റ്ററാണ്. അവൾ കോളേജ് ഹോസ്റ്റലിലാണ് താമസം. വീട്ടിൽ ചെന്നിട്ട് പോർച്ചിലേക്ക് കാറ് കയറ്റിയിടുമ്പോൾ സുനന്ദയുടെ സ്കൂട്ടർ സൈഡിൽ പതിവ് പോലെ ഒതുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അർജുന്റെ സൈക്കിള് കണ്ടില്ല. അവൻ ട്യൂഷൻ കഴിഞ്ഞ് ഇതുവരെ വന്നില്ലേ? കാറിന്റെ ശബ്ദം കേട്ട് സുനന്ദ വന്ന് വാതിൽ തുറന്നു. മുഖം കണ്ടപ്പോഴേ മനസ്സിലായി അവൾ നല്ല മൂഡിലല്ലെന്ന്. സ്യൂട്ട് കേസ് എടുത്ത് അയാൾ കാറിൽ നിന്ന് ഇറങ്ങി ചെന്നു. നാളെ രാവിലെ പോകുമ്പോൾ ഒരു ഷീറ്റും തലയണയും കൂടി തന്നേക്കാം. എന്താ? അവൾ പറഞ്ഞു. അയാൾ ചോദ്യഭാവത്തിൽ സുനന്ദയെ ഒന്ന് നോക്കി. അല്ല, കിടപ്പം കൂടി ഓഫീസിലാക്കിക്കോ. അത്രയും നേരം കൂടി സർക്കാരിനെ സേവിക്കാമല്ലോ. പരിഹാസത്തോടെ അവൾ പറഞ്ഞു. സുനന്ദേ, നിന്റെ വ്യവസായ വകുപ്പല്ല ഞങ്ങളുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങൾ ഫലത്തിൽ 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ചും തഹസിൽദാരായ ഞാൻ. ഇതൊക്കെ ഞാൻ എത്രയോ തവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. അയാൾ നേരെ ബെഡ്റൂമിലേക്ക് നടന്നു. സുനന്ദ പിന്നാലെ ചെന്നു. നാട് ഭരിച്ചാൽ മാത്രം പോരാ, വീട്ടിലെ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. അതേ ഞാൻ പറഞ്ഞുള്ളൂ. 5 മണിക്ക് ഓഫീസിൽ നിന്നിറങ്ങിയാൽ 5:30 മുമ്പ് ഞാൻ വീട്ടിലെത്തും. എനിക്കും വേണമെങ്കിൽ ടൗണിലൊക്കെ കറങ്ങി ഷോപ്പിംഗ് നടത്തി സന്ധ്യയാവുമ്പോൾ വീട്ടിൽ വന്ന് കയറിയാൽ മതിയായിരുന്നു. സേതുമാധവൻ ഒന്നും മിണ്ടിയില്ല. കുറെ പറഞ്ഞു കഴിഞ്ഞാലേ സുനന്ദയ്ക്ക് തൃപ്തി വരൂ എന്ന് അയാൾക്കറിയാമായിരുന്നു. നമ്മുടെ മക്കളെക്കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ സേതുവേട്ടന്? അപ്പോഴാണ് അയാൾ അക്കാര്യം ഓർത്തത്. അർജുൻ വന്നില്ല അല്ലേ? ട്യൂഷൻ കഴിഞ്ഞ് 7 മണിക്ക് അവൻ വരേണ്ടതല്ലേ? 7:30 കാണാഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു. അന്നേരമാ പറയുന്നത് സന്ദീപിന്റെ വീട്ടിലുണ്ട്, 2 പേരും കൂടി പ്രൊജക്റ്റ് ചെയ്യുവാന്ന്. അവന് അക്കാര്യം വിളിച്ചു പറയാമായിരുന്നില്ലേ? അച്ഛനെ കണ്ടല്ലേ മോനും പഠിക്കൂ. ലേറ്റ് ആകുമെന്ന് എന്നെങ്കിലും സേതുവേട്ടൻ വിളിച്ചു പറയാറുണ്ടോ? അയാൾക്ക് തലവേദനിക്കുന്ന പോലെ തോന്നി. 100 കൂട്ടം പ്രശ്നങ്ങളാണ് ഓഫീസിൽ. വീട്ടിൽ വരുമ്പോൾ കുറച്ച് മനസ്സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അതുപോട്ടെ, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയില്ലെന്ന് മോള് 2-3 മാസം മുമ്പ് പറഞ്ഞതല്ലേ? ഇതുവരെ അക്കാര്യം സേതുവേട്ടൻ ഒന്നന്വേഷിച്ചോ? മറന്നതല്ല സുനന്ദേ, സമയം കിട്ടിയില്ല. അയാൾ കുറ്റം സമ്മതിച്ചു. അടുത്ത ആഴ്ച ക്യാമ്പസ് പ്ലേസ്മെന്റിന് പല കമ്പനികളിൽ നിന്നും ഒഫീഷ്യൽസ് വരും. 2nd സെമസ്റ്ററിന്റെ റിസൾട്ട് അവളുടേത് മാത്രം വിത്ത്ഹെൽഡ് ചെയ്തിരിക്കുക, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ട്, സുനന്ദ പറഞ്ഞു. കേരള യൂണിവേഴ്സിറ്റിയിലാണ് ആരതി BCom പഠിച്ചത്. MBAക്ക് ചേർന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജിലും. പഴയ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിലേ പുതിയ യൂണിവേഴ്സിറ്റിയിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യൂ. സേതുവേട്ടൻ നാളെ തിരുവനന്തപുരത്ത് പോയി ഒന്ന് അന്വേഷിക്കാമോ? മെനക്കെട്ടാൽ 2 ദിവസം കൊണ്ട് അത് ശരിയാക്കാം, സുനന്ദ പറഞ്ഞു. നാളെ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കൗൺസിൽ മീറ്റിംഗ്, മറ്റന്നാൾ മിനിസ്റ്ററുടെ വിസിറ്റ്. അപ്പോഴാണ് ആരതിയുടെ വിളി വീണ്ടും വന്നത്. മോളെ. അയാൾ കോളെടുത്തു. അച്ഛൻ വീട്ടിലെത്തിയോ? അമ്മ കാര്യമൊക്കെ പറഞ്ഞു. നീ വിഷമിക്കണ്ട, ഒരാഴ്ച സമയമുണ്ടല്ലോ. സർട്ടിഫിക്കറ്റ് നമുക്ക് ശരിയാക്കാം. ഒരാഴ്ച കൊണ്ട് നടക്കുമോ എന്നറിയില്ല അച്ഛാ. 4-5 പേരുടെ ടേബിളുകൾ കയറിയിറങ്ങേണ്ടി ഫയലാ. ഒരാൾ ലീവാണെങ്കിൽ അയാൾ വരുന്നവരെ അതവിടെ കിടക്കും. 1000കണക്കിന് ആപ്ലിക്കേഷൻസ് കെട്ടിക്കിടപ്പുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അവൾ കരച്ചിലിന്റെ വക്കിലെത്തി. അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കി. സുനന്ദ കിച്ചണിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. നമുക്കൊന്ന് ശ്രമിക്കാം മോളെ, നീ സമാധാനമായിട്ടിരിക്ക്. ഒട്ടും വിശ്വാസം തോന്നിയില്ലെങ്കിലും അയാൾ പറഞ്ഞു. കൂട്ടുകാരെയൊക്കെ നല്ല കമ്പനികളിൽ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നിലും പങ്കെടുക്കാനാവാതെ ഞാൻ ഒഴിവാക്കപ്പെടുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ലച്ചാ. ആരതി ഒന്ന് തേങ്ങി. എന്നാണ് ഇന്റർവ്യൂ?
അയാൾ ചോദിച്ചു. നെക്സ്റ്റ് സാറ്റർഡേ. ഇന്ന് തിങ്കൾ. നാളെയും മറ്റന്നാളും പോകാൻ പറ്റില്ല. വ്യാഴാഴ്ച ചെന്നാൽ തന്നെ വെള്ളിയാഴ്ച സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നേ വരില്ല. ശരി മോളെ, വെച്ചോ, അയാൾ പറഞ്ഞു. ആരതി കോള് കട്ട് ചെയ്തു. ബെഡ്റൂമിലെ ആൾപ്പൊക്കമുള്ള നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് അയാൾ സ്വന്തം പ്രതിബിംബത്തിൽ നോക്കി. ഭാര്യയുടെയും മകളുടെയും മുന്നിൽ ചെറുതായി പോകുന്നുവെങ്കിൽ പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ എന്ന് പേരുണ്ടായിട്ട് എന്ത് ഫലം? നെടുവീർപ്പോടെ അയാൾ ഫുൾ സ്ലീവ് ഷർട്ടിന്റെ കഫ് ബട്ടണുകൾ ഓരോന്നായി അഴിച്ചു. കുളി കഴിഞ്ഞ് വേഷം മാറി സേതുമാധവൻ മുൻവാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ടും മനസ്സിന്റെയും ശരീരത്തിന്റെയും ചൂടിന് ഒരു കുറവും വന്നില്ല. തെളിഞ്ഞ ആകാശം, നിറയെ നക്ഷത്രങ്ങളുമുണ്ട്. പക്ഷേ നിലാവ് കാണാനില്ല. ടൗണിലേക്ക് താമസം മാറിയതിനു ശേഷം നിലാവ് കണ്ടിട്ടില്ല. വൈദ്യുതി ദീപങ്ങളുടെ ബാഹുല്യത്തിൽ നിലാവ് അപ്രത്യക്ഷമായി പോയി. ആകാശത്തേക്ക് നോക്കി നിന്നപ്പോഴാണ് അയാളുടെ മനസ്സിൽ ഒരാശയം തെളിഞ്ഞത്. നാളെ രാവിലെ കേരള യൂണിവേഴ്സിറ്റിയിലെ സുഗുണനെ വിട്ടാലോ? ഓഫീസിലെ മിടുക്കനായ സ്റ്റാഫാണ് സുഗുണൻ. എവിടെയും ചെന്ന് ആരെയും കണ്ട് ഏതു കാര്യവും സാധിക്കാൻ സുഗുണന് പ്രത്യേക കഴിവുണ്ട്. സേതുമാധവൻ ഉടൻ തന്നെ മൊബൈൽ എടുത്ത് സുഗുണനെ വിളിച്ചു. എന്താ സാർ? അയാൾ ഉടൻ കോൾ എടുത്തു. നാളെ രാവിലെ തിരുവനന്തപുരം വരെ ഒന്ന് പോകാമോ? യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് ഒരാവശ്യം സാധിക്കാനാണ്. സേതുമാധവൻ കാര്യം അവതരിപ്പിച്ചു. ഞാനിപ്പോൾ ഹോസ്പിറ്റലില്ല സാറേ. ഇളയ മോള് സ്കൂളിൽ നിന്ന് വന്നത് സുഖമില്ലാതാ. സന്ധ്യയായപ്പോൾ പനി കൂടി. ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാ. സേതുമാധവന്റെ മനസ്സിടിഞ്ഞു. ആ വഴിയും മുട്ടി. സാറ് വിഷമിക്കണ്ട. നമ്മുടെ ആർദ്രയ്ക്ക് പരിചയമുള്ള ഒരു സെക്ഷൻ ഓഫീസർ ഉണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ. ആർദ്രയുടെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചിട്ട് സാറ് നാളെ ഒന്ന് വിളിച്ചാൽ മതി. നല്ല സ്ത്രീയാ അവർ. മുമ്പൊരിക്കൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് സുഗുണ. ഇപ്പം തന്നെ ഞാൻ ആർദ്രയെ വിളിക്കാം. ശരി സാർ. ഓഫീസിലെ UD ക്ലർക്കാണ് ആർദ്ര. മണി 9:30. ഇപ്പോൾ വിളിക്കുന്നത് മര്യാദയല്ലല്ലോ. പിറ്റേന്ന് രാവിലെ സേതുമാധവൻ അവളെ വിളിച്ച് കാര്യം പറഞ്ഞു. എൻ്റെ കസിൻ്റെ കൂട്ടുകാരിയാണ് സാർ. പേര് ശൈലജ കുമാരി എന്ന. ഞാൻ അവരുടെ നമ്പർ വാട്സപ്പിൽ അയച്ചു തരാം. സാറ് വിളിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞാൽ മതി. ശരി. എന്നാലും ആർദ്ര അവരെ വിളിച്ച് ഒന്ന് പറയണേ ഞാനിങ്ങനെ വിളിക്കുന്ന കാര്യം. അല്ലെങ്കിൽ ആദ്യം മുതലേ പരിചയപ്പെടുത്തേണ്ടേ? എൻ്റെ കസിനെ കൊണ്ട് വിളിപ്പിക്കാം സാർ. അവർ തമ്മിലാ കൂടുതൽ അടുപ്പം. താങ്ക് യു. അടുത്ത നിമിഷത്തിൽ തന്നെ വാട്സാപ്പിൽ ഒരു മൊബൈൽ നമ്പർ വന്നു. കേരള യൂണിവേഴ്സിറ്റി ശൈലജ കുമാരി എന്ന പേരിൽ അയാൾ അത് സേവ് ചെയ്തു. കുറച്ച് സമാധാനം കിട്ടി. യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള ആൾ വിചാരിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വേഗത്തിൽ നീങ്ങും. 10 മണിക്ക് മുൻപേ സേതുമാധവൻ ഓഫീസിലെത്തി. പക്ഷേ 10-10:30 വരെ കാത്തിരുന്നിട്ടാണ് അയാൾ ശൈലജ കുമാരിയെ വിളിച്ചത്. പക്ഷേ ബെല്ലടിച്ചില്ലെങ്കിലും കോള് കിട്ടിയില്ല. സീറ്റിൽ വന്നു കാണില്ലായിരിക്കും. അല്ലെങ്കിൽ വേറെന്തെങ്കിലും അസൗകര്യം. 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. പക്ഷേ അപ്പോഴും കോൾ എടുത്തില്ല. പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ടായിരിക്കുമോ ഫോൺ എടുക്കാത്തത്? ആർദ്രയുടെ കസിൻ വിളിച്ചു പറഞ്ഞു കാണില്ലേ? അയാൾ ആർദ്രയോട് കാര്യം പറഞ്ഞു. സുമചേച്ചി രാവിലെ തന്നെ അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സാർ. മോള് പഠിച്ച കോളേജും മറ്റ് ഡീറ്റെയിൽസും മാത്രം മതിയെന്ന് അവർ അന്നേരം പറയുകയും ചെയ്തു. തിരക്കായിട്ടായിരിക്കും. സാറ് ഒന്നുകൂടെ വിളിക്ക്. ആർദ്ര പോയി. സേതുമാധവൻ വീണ്ടും ആ നമ്പറിൽ വിളിച്ചു. പക്ഷേ അപ്പോഴും കിട്ടിയില്ല. അയാൾക്ക് നിരാശ തോന്നി. പെട്ടെന്നാണ് വേറൊരു ബുദ്ധി തോന്നിയത്. പരിചയമില്ലാത്ത നമ്പർ കണ്ടിട്ടാണ് കോൾ എടുക്കാത്തതെങ്കിലോ? ശൈലജ കുമാരിയുടെ നമ്പർ വാട്സപ്പിലുണ്ടോ എന്ന് അയാൾ സെർച്ച് ചെയ്തു. ഭാഗ്യത്തിന് ഉണ്ടായിരുന്നു. ഞാൻ സേതുമാധവനാണ്. മകളുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാനാണ് വിളിച്ചത്. ആർദ്രയുടെ കസിൻ സുമ പറഞ്ഞിട്ട്. അയാൾ ആ മെസ്സേജ് അയച്ചു. അത് കാണുമ്പോഴെങ്കിലും തിരിച്ചു വിളിക്കാതിരിക്കുമോ? സുന്ദരിയായ ഒരു സ്ത്രീയുടെ ഫോട്ടോയാണ് പ്രൊഫൈൽ പിക്ചറായി കൊടുത്തിരിക്കുന്നത്. ഒരു കൗതുകം തോന്നി അയാൾ ആ ഫോട്ടോ സൂം ചെയ്തു നോക്കി. നല്ല ആകൃതിയൊത്ത മുഖം, സമൃദ്ധമായ മുടി, അതിൻ്റെ പശ്ചാത്തലത്തിൽ 2 ചെറിയ ജിമിക്കി കമ്മൽ, നെറ്റിയിൽ വലിയ പൊട്ട്. സേതുമാധവന്റെ ഉള്ളിലപ്പോൾ ഓർമ്മയുടെ ഒരു ഉറവ പൊട്ടി. സകലതും മറന്ന് അയാൾ ഒരു നിമിഷം ഇരുന്നു. സാറേ, 5 മണിയായി. ജാൻസി പറഞ്ഞത് കേട്ടാണ് ശൈലജാകുമാരി ഫയലിൽ നിന്ന് മുഖമുയർത്തി നോക്കിയത്. പോകാറായി അല്ലേ? അവൾ ചോദിച്ചു. ഇനി നമ്മൾ 2 പേർ മാത്രമേ പോകാൻ കാണൂ. ഫയൽ കെട്ടിവെച്ച് ശൈലജ എഴുന്നേറ്റു. മേശ പൂട്ടിയിട്ട്
ഉണങ്ങാൻ വെച്ചിരുന്ന ടിഫിൻ ബോക്സ് എടുത്ത് ബാഗിലാക്കി. പോകാം. ജാൻസിയുമൊത്ത് അവൾ സെക്ഷനിൽ നിന്ന് ഇറങ്ങി. ശരിയാണ്, മറ്റുള്ള സെക്ഷനുകളിലെ കസേരകളെല്ലാം ശൂന്യം. എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. കനകക്കുന്നിൽ നാളെ ഒരു സിൽക്ക് സാരി എക്സിബിഷനുണ്ട്. നമുക്കൊന്ന് പോയാലോ സാറേ? ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ജാൻസി ചോദിച്ചു. സാരി വാങ്ങുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടത് വല്ലതും കണ്ടാൽ മേടിക്കാം. ശൈലജയുടെ സെക്ഷനിലെ 2 അസിസ്റ്റന്റുമാരിൽ ഒരാളാണ് ജാൻസി. വയസ്സ് 26. കല്യാണം കഴിഞ്ഞിട്ടില്ല. ഭംഗിയായി വേഷം ധരിച്ച് നടക്കാൻ ഇഷ്ടമാണ് അവൾക്ക്. സമയം കിട്ടിയാൽ പോകാം ജാൻസി. റോഡ് മുറിച്ചു കടന്ന് യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ മുന്നിലൂടെ അവർ VJT ഹാളിന് നേരെ നടന്നു. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. പേട്ട വഴി ചാക്കയിലേക്ക് പോകുന്ന ബസ് അവിടെ നിന്ന് കിട്ടും. ശൈലജ പേട്ടയിലാണ് ഇറങ്ങുന്നത്, ജാൻസി ചാക്കയിലും. ആദ്യം വന്ന ബസ് നിറയെ ആളുണ്ടായിരുന്നതുകൊണ്ട് അതിൽ കയറിയില്ല. രണ്ടാമത്തെ ബസ്സിൽ അവർ കയറി. പേട്ടയിലെത്തിയപ്പോൾ പോൾട്രി ഫാമിംഗ് കോർപ്പറേഷന്റെ എതിർവശത്തുള്ള സ്റ്റോപ്പിൽ ശൈലജ ഇറങ്ങി. മാർക്കറ്റിൽ കയറി കുറച്ച് പച്ചക്കറി വാങ്ങിക്കൊണ്ടാണ് അവൾ SN നഗറിലുള്ള വീട്ടിലേക്ക് നടന്നത്. അവൾ ചെന്നപ്പോൾ 6 മണിയായിരുന്നു. ബലരാമ പണിക്കർ പുറത്തേക്ക് പോകാൻ വേഷം ധരിച്ച് പതിവ് പോലെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് ശശിധരന്റെ അച്ഛനാണ്. അച്ഛൻ ചായ കുടിച്ചോ? അവൾ ചോദിച്ചു. ശാന്തമ്മ ഉണ്ടാക്കി തന്നിട്ടാ പോയത്, അദ്ദേഹം പറഞ്ഞു. വീട്ടിലെ പാർട്ട് ടൈം ജോലിക്കാരിയാണ് ശാന്തമ്മ. ഉച്ചയ്ക്ക് മാത്രം അച്ഛന് ഭക്ഷണം എടുത്തു കൊടുക്കും. അടിച്ചുവാരൽ, തറ തുടയ്ക്കൽ, തുണി കഴുകൽ അതെല്ലാം ചെയ്ത് 5 മണിയാകുമ്പോൾ പോകും. ഞാൻ എന്നാ പോയിട്ട് വരാം മോളെ. ബലരാമ പണിക്കർ പോയി. 1 മണിക്കൂർ നടന്ന് കാഞ്ഞിരവിള കോവിലിൽ കയറി തൊഴുതിട്ടേ ഇനി വരൂ. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് സൂപ്രണ്ടായിട്ടാണ് റിട്ടയർ ചെയ്തത്. അമ്മ 4-5 കൊല്ലം മുമ്പാണ് മരിച്ചത്. ചപ്പാത്തിയും കഞ്ഞിയും ഉണ്ടാക്കി വെച്ചിട്ടാണ് ശൈലജ കുളിക്കാൻ പോയത്. രാത്രിയിൽ അച്ഛൻ കഞ്ഞിയാണ് കുടിക്കുന്നത്. കുളി കഴിഞ്ഞ് വേഷം മാറി വന്ന് ഫാനിന്റെ ചുവട്ടിലിരുന്ന് മുടി ഉണക്കുമ്പോഴാണ് അവൾ മൊബൈൽ എടുത്ത് മെസ്സേജുകൾ നോക്കിയത്. എന്നും അതാണ് പതിവ്. അപ്പോഴാണ് സേതുമാധവൻ അയച്ച മെസ്സേജ് അവള് കണ്ടത്. അത് വായിച്ചപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ജാള്യം അനുഭവപ്പെട്ടു. ഒരു സേതുമാധവൻ സാറ് വിളിക്കുമെന്നും അദ്ദേഹത്തിന്റെ മകളുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിനാണെന്നും സുമ രാവിലെ വിളിച്ചു പറഞ്ഞതാണ്. ബാഗിനുള്ളിലായിരുന്നു മൊബൈൽ. വിളിച്ചത് അത് കാരണം കേട്ടതുമില്ല. തിരക്കുള്ള സീറ്റായതുകൊണ്ട് ഇടയ്ക്ക് മൊബൈൽ എടുത്തു നോക്കാൻ സമയം കിട്ടാറുമില്ല. അപ്പോൾ തന്നെ സേതുമാധവന് ശൈലജ ഒരു റിപ്ലൈ അയച്ചു. സോറി സാർ, ഇപ്പോഴാണ് മെസ്സേജ് കണ്ടത്. മോള് പഠിച്ച കോളേജ്, ജയിച്ച വർഷം, അപേക്ഷ അയച്ച തീയതി ഇതൊക്കെ എനിക്ക് അയച്ചു തരിക. ഇവിടേക്ക് അയച്ച ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കാൻ അപ്പോൾ എളുപ്പമായിരിക്കും. മെസ്സേജ് അയച്ച് അല്പനേരം കഴിഞ്ഞപ്പോൾ പോലീസ് ജീപ്പ് ഗേറ്റിന് വെളിയിൽ വന്നു നിന്നു. അതിന്റെ ശബ്ദം കേട്ട് അവൾ വേഗം പുറത്തിറങ്ങി ചെന്നു. ഗേറ്റിന്റെ പാളികൾ തുറന്നു വെച്ചു. ജീപ്പ് അകത്തേക്ക് കയറി വന്നു. അവൾ വീണ്ടും ഗേറ്റ് അടച്ച് വന്നപ്പോഴേക്ക് അവളുടെ ഭർത്താവ് ശശിധരൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അയാൾ കയ്യിൽ തൂക്കി പിടിച്ചിരുന്ന പ്ലാസ്റ്റിക് കിറ്റിൽ നിന്ന് മസാലഗന്ധം പരക്കുന്നുണ്ടായിരുന്നു. DYSP ആണ് ശശിധരൻ. രാത്രിയിൽ കഴിക്കാനുള്ളത് എന്നും പാഴ്സൽ വാങ്ങിക്കൊണ്ടുവരികയാണ് അയാളുടെ പതിവ്. അച്ഛൻ കിടന്നോ? അയാൾ ചോദിച്ചു. 8 മണിക്ക് അച്ഛൻ അത്താഴം കഴിക്കും. 9 മുമ്പ് ഉറങ്ങിയിരിക്കും. ശശിധരൻ യൂണിഫോം മാറ്റിയിട്ട് പോയി കുളിച്ച് വേഷം മാറി വന്നു. പിന്നെ ബെഡ്റൂമിൽ നിന്ന് ബ്രാൻഡി കുപ്പി എടുത്തുകൊണ്ട് വന്ന് ഡൈനിങ് ടേബിളിന്റെ അടുത്ത് വന്നിരുന്ന് തീറ്റയും കുടിയും തുടങ്ങി. ടിവിയുടെ മുമ്പിൽ ചെന്ന് ശൈലജ ഇരുന്നു. ആ സമയത്ത് അവൾ ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് ചെല്ലാറില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ശശിധരൻ പോയി ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ശൈലജ ചെന്ന് ഡൈനിങ് ടേബിളിൽ നിന്ന് എല്ലിൻ കഷണങ്ങളും കറിവേപ്പിലയും പൊറോട്ടയുടെ അവശിഷ്ടങ്ങളും മാറ്റി പ്ലേറ്റുകൾ കഴുകി വെച്ചു. അവൾ വെജിറ്റേറിയനാണ്. അതു കാരണം അയാൾ പുറത്തുനിന്ന് ആവശ്യമുള്ളത് വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കുന്നതിൽ വിരോധമില്ല. അവൾക്ക് മദ്യഗന്ധം സഹിക്കാൻ പറ്റില്ല. അതു കാരണം അവളെ വേറൊരു മുറിയിൽ ഉറങ്ങാൻ അനുവദിക്കുന്നത് കൊണ്ട് അവൾക്ക് നന്ദിയുമുണ്ട്. ഭക്ഷണം കഴിച്ച് വാതിലുകളും അടച്ച് അവൾ മുകൾ നിലയിലുള്ള ബെഡ്റൂമിൽ ചെന്ന് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. 5 മണിക്ക് ഉണരാൻ അലാറം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി മൊബൈൽ എടുത്തപ്പോൾ അവൾ വെറുതെ വാട്സപ്പ് ഒന്ന് നോക്കി. സേതുമാധവന്റെ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു. ശൈലജ രാവിലെ ഓഫീസിലെത്തി. സെക്ഷനിൽ ചെന്നപ്പോൾ അസിസ്റ്റന്റുമാരായ ജാൻസിയും രഹനയും വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു കടലാസ് എടുത്ത് ആരതിയുടെ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ ശൈലജ കുറിച്ചു വെച്ചു.
ആദ്യം വന്നത് ജാൻസിയാണ്. ഇതൊന്ന് വേഗം തപ്പിയെടുക്കു ജാൻസി, അത്യാവശ്യമാണ്. കടലാസ് അവൾ ജാൻസിയെ ഏൽപ്പിച്ചു. അലമാര തുറന്ന് മൈഗ്രേഷൻ ആപ്ലിക്കേഷന്റെ കെട്ടുകളിൽ നിന്ന് ഒരെണ്ണം കണ്ടുപിടിച്ച് ജാൻസി പരിശോധിച്ചു. അതിൽ ആരതിയുടെ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നില്ല. ഇയർ വൈസ് ആയിട്ടല്ലേ നമ്മൾ ആപ്ലിക്കേഷൻസ് സോർട്ട് ചെയ്തിരിക്കുന്നത്? കഴിഞ്ഞ വർഷത്തെ കെട്ടിൽ ഈ കുട്ടിയുടേതില്ല സാറേ. ശൈലജ ഒന്ന് ആലോചിച്ചു. അത് കിട്ടിയിട്ടുണ്ടോ എന്ന് ഇൻവേർഡ് രജിസ്റ്ററിൽ ഒന്ന് നോക്കിക്കേ, അവൾ പറഞ്ഞു. സെക്ഷനിൽ കിട്ടുന്ന ആപ്ലിക്കേഷനുകൾ നമ്പറിട്ട് എഴുതി വെക്കുന്ന രജിസ്റ്റർ ജാൻസി വിശദമായി പരിശോധിച്ചു. വന്നിട്ടുണ്ട് സാറേ, കഴിഞ്ഞ ഡിസംബറിൽ, അവൾ പറഞ്ഞു. എങ്കിൽ പിന്നെ ഡിഫക്റ്റീവ് ആപ്ലിക്കേഷന്റെ കൂട്ടത്തിൽ ഒന്ന് നോക്കിക്കേ. കിട്ടുന്ന ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അത് പൂർണ്ണമായില്ലെങ്കിലോ എടുത്തു മാറ്റിവെക്കാർ. തപാലിൽ ആ കാര്യം കുട്ടിയെ അറിയിക്കാറുമുണ്ട്. ഡിഫക്റ്റീവ് ആപ്ലിക്കേഷന്റെ കെട്ടിൽ നിന്ന് ആരതിയുടെ അപേക്ഷ ജാൻസി കണ്ടെടുത്തു. സാറേ, ആ കുട്ടി ഇതിൽ ഒപ്പിട്ടിട്ടില്ല, അതാണ് മാറ്റിവെച്ചത്. അവൾ കാരണം കണ്ടുപിടിച്ചു. ശൈലജ അത് വാങ്ങി നോക്കി. ശരിയാണ്, സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന ഭാഗത്ത് കുട്ടി ഒപ്പിട്ടിട്ടില്ല. ആരുടെയാ സാറേ ഇത്? ജാൻസി ചോദിച്ചു. എനിക്ക് പരിചയമുള്ള ഒരാളിൻ്റെയാണ്. ശൈലജ ഉടനെ തന്നെ മൊബൈൽ എടുത്ത് സേതുമാധവനെ വിളിച്ചു. ഹലോ ശൈലജ. അയാൾ ഉടൻ കോൾ എടുത്തു. സൗമ്യവും അതേസമയം പൗരുഷം നിറഞ്ഞതുമായിരുന്നു ആ സ്വരം. സാർ, മോളുടെ ആപ്ലിക്കേഷനിൽ ഒരു ഡിഫക്റ്റ് ഉണ്ട്. മോൾ അതിൽ സൈൻ ചെയ്തിട്ടില്ല, അതുകാരണം മാറ്റിവെച്ചിരിക്കുകയാണ്. നീയിപ്പം എന്ത് ചെയ്യും? വിഷമത്തോടെ സേതുമാധവൻ ചോദിച്ചു. മോളെ വിളിച്ച് ഇന്ന് തന്നെ വേറൊരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി എൻ്റെ പേരിൽ കൊറിയർ ചെയ്യാൻ പറയൂ. നാളെ അതെനിക്ക് കിട്ടും. മറ്റന്നാള് സർട്ടിഫിക്കറ്റ് ശരിയാക്കാം, അവൾ പറഞ്ഞു. പുതിയ ആപ്ലിക്കേഷൻ ഫോം വേണ്ടേ? അതിനിവിടെ കിട്ടും, വിഷണ്ണനായി അദ്ദേഹം ചോദിച്ചു. അത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. മോളോട് പറഞ്ഞാൽ മതി, കുട്ടികൾക്ക് അതൊക്കെ അറിയാം. ശരി, ഞാൻ പറയാം. നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ അയക്കാം. അത് നോക്കി ഫിൽ ചെയ്താൽ എളുപ്പമായിരിക്കും. താങ്ക് യു. അവൾ കോൾ കട്ട് ചെയ്തു. പിറ്റേന്ന് രാവിലെ 11 മണിയായപ്പോൾ ആരതിയുടെ പുതിയ ആപ്ലിക്കേഷൻ കൊറിയർ വഴി കിട്ടി. അപ്പോൾ തന്നെ അവളെ എഴുതി മുകളിലേക്ക് വിട്ടു. അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ. ശൈലജ ഒപ്പം ആളിനെ വിട്ടതുകൊണ്ട് പിറ്റേന്ന് തന്നെ ആരതിയുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തു. അവൾക്ക് ഒരു പ്രത്യേക സംതൃപ്തി തോന്നി. ഒരു ആപ്ലിക്കേഷനും മനഃപൂർവ്വം വെച്ച് താമസിപ്പിക്കാൻ അത് അവളുടെ ഭാഗത്തു നിന്ന് വന്ന പിഴവുമല്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള വിശ്രമ സമയത്ത് സേതുമാധവന്റെ കോള് വന്നു. ഞാൻ സേതുമാധവനാണ്. മനസ്സിലായി സാർ. സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടി. മോൾ അതുമായി യൂണിവേഴ്സിറ്റി ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. അത് കൊടുത്താലുടൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്യും. വളരെ നന്ദിയുണ്ട് ശൈലജ. ആപ്ലിക്കേഷനിൽ തകരാറുണ്ടായിരുന്നത് കൊണ്ടാണ് സാർ, അല്ലെങ്കിൽ നേരത്തെ വിട്ടേനെ. എന്തായാലും ശൈലജ പ്രത്യേക താല്പര്യമെടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് മോളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ പറ്റി. ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. സാറിന് ഒരു മോള് മാത്രമേ ഉള്ളൂ? അവൾ ചോദിച്ചു. ഒരു മോനുണ്ട്, അവനിക്കൊല്ലം 10ലാണ്. ശൈലജയ്ക്കോ? ഒരു മോൻ മാത്രമേ ഉള്ളൂ. അവൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഡിസിന് 3ാം വർഷം. വെരി ഗുഡ്. ഹസ്ബൻഡ്? പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്, DYSP, അവൾ പറഞ്ഞു. എൻ്റെ വൈഫ് വ്യവസായ വകുപ്പിൽ ജൂനിയർ സൂപ്രണ്ടാണ്. സാറിൻ്റെ വീട് ചെങ്ങന്നൂരാണോ? അവൾ ചോദിച്ചു. അല്ല, മാന്നാറിൽ. മാന്നാറിലോ? എൻ്റെ വീട് പൊടിയാടിയിലാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് അയൽദേശക്കാരാണല്ലോ, അത്ഭുതത്തോടെ സേതുമാധവൻ പറഞ്ഞു. മാന്നാറും പൊടിയാടിയും തമ്മിൽ 5-6 കിലോമീറ്ററിന്റെ അകലമേയുള്ളൂ. തിരുവല്ലയിലാണ് ഞാൻ പഠിച്ചത്, മാർത്തോമ കോളേജിൽ, അദ്ദേഹം പറഞ്ഞു. ഞാൻ പരുമല പമ്പ ദേവസ്വം ബോർഡ് കോളേജിലും. അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. ശൈലജയുടെ ഫോട്ടോ കണ്ടപ്പോൾ അങ്ങനെ തോന്നുകയും ചെയ്തു. അതെയോ? ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ശൈലജയുടെ വീട്ടിൽ ഇപ്പോൾ ആരുണ്ട്? അതായത് പൊടിയാടിയിൽ. കുടുംബ വീട് മൂത്ത ബ്രദറിനാണ് കൊടുത്തിരിക്കുന്നത്. അമ്മയുണ്ട് അവിടെ. മാസത്തിലൊരിക്കൽ ഞാൻ വരാറുണ്ട് പൊടിയാടിയിൽ, അവൾ പറഞ്ഞു. അവർ അല്പനേരം കൂടി സംസാരിച്ചിരുന്നു. ശരി, ശൈലജയുടെ സമയം ഞാൻ അപഹരിക്കുന്നില്ല, വെക്കട്ടെ, ഒടുവിൽ സേതുമാധവൻ പറഞ്ഞു. ശരി സാർ. അദ്ദേഹം കോള് കട്ട് ചെയ്തു. സേതുമാധവൻ സാറിനെ പരുമലയിൽ വെച്ചോ തിരുവല്ലയിൽ വെച്ചോ കണ്ടിട്ടുണ്ടോ? അയാൾ വാട്സപ്പിലെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വലുതാക്കി കണ്ടു. മാന്യൻ, സുമുഖൻ. മുമ്പ് കണ്ടതായി ഓർമ്മ വന്നില്ല. അന്ന് രാത്രിയിൽ കിടക്കും മുൻപ് അവൾ വെറുതെ വാട്സപ്പ് എടുത്തു നോക്കി. ഗുഡ് നൈറ്റ്. സേതുമാധവന്റെ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അറിയാതെ അവൾ ഒന്ന് പുഞ്ചിരിച്ചു.
ഗുഡ് നൈറ്റ് സാർ. അവൾ ശുഭരാത്രി ആശംസ ടൈപ്പ് ചെയ്ത് അയച്ചു. ഓഫീസിൽ ഉച്ച കഴിഞ്ഞ് 3:30 ചായ വന്നപ്പോഴാണ് ആരതിയുടെ വിളി വന്നത്. ഫയൽ നോട്ടം നിർത്തിയിട്ട് സേതുമാധവൻ ഫോൺ എടുത്തു. എന്താ മോളെ? അച്ഛാ, ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. ക്യാമ്പസ് പ്ലേസ്മെന്റിൽ എനിക്ക് സെലക്ഷൻ ഉണ്ട്, അവൾ ആഹ്ലാദത്തോടെ പറഞ്ഞു. അതെയോ? എവിടെയാണ് മോളെ? ആശ്ചര്യത്തോടെ അയാൾ ചോദിച്ചു. കാക്കനാട് ഇൻഫോ പാർക്കിലുള്ള ഒരു കമ്പനിയാ. 1 വർഷം സാലറി 8 ലക്ഷം രൂപ. ഞങ്ങൾ 2 പേർക്ക് മാത്രമേ ഇത്രയും കൂടിയ സാലറി ഓഫർ ചെയ്തിട്ടുള്ളൂ. അമ്മയെ വിളിച്ചു പറഞ്ഞോ നീ? ഇല്ല, ആദ്യം അച്ഛനെ വിളിക്കാനാ തോന്നിയത്. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് സമയത്ത് കിട്ടി, അതുകൊണ്ടാണ് എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത്, അവൾ പറഞ്ഞു. അത് ശരിയാണ്. ആ ആൻറ്റിയെ എൻ്റെ താങ്ക്സ് അറിയിച്ചേക്കണേ. പറയാം മോളെ. ആരുടെ കോള് കട്ട് ചെയ്തപ്പോൾ സേതുമാധവൻ വാട്സപ്പിൽ ശൈലജയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു. മോൾ അവളുടെ താങ്ക്സ് പറയാൻ പറഞ്ഞിരിക്കുന്നു. ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയ അവൾക്ക് ശമ്പളം വർഷത്തിൽ 8 ലക്ഷം രൂപ. എൻ്റെയും താങ്ക്സ്. ആ മെസ്സേജ് ശൈലജ എപ്പോഴെങ്കിലും കാണുമെന്ന് അയാൾ വിചാരിച്ചു. പക്ഷേ 10 മിനിറ്റിനുള്ളിൽ അവളുടെ മറുപടി വന്നു. താങ്ക്സ് മാത്രം പോരാ, ചെലവ് ചെയ്യണം. അതിനെന്താ, ചെയ്യാമല്ലോ, അയാൾ മറുപടി കൊടുത്തു. എപ്പോഴാണ് സൗകര്യം? അത് നമ്മൾ എപ്പോഴെങ്കിലും കാണുമ്പോൾ. നമ്മൾ തമ്മിൽ എന്നെങ്കിലും കാണുമോ? അവൾ ചോദിച്ചു. കാണണോ? കാണണം. എങ്കിൽ നമ്മൾ കാണും, അയാൾ എഴുതി. എപ്പോൾ? വൈകാതെ ഒരു ദിവസം. പെട്ടെന്ന് ശൈലജ ഓൺലൈനിൽ നിന്ന് പോയി. ഓഫീസിൽ തിരക്കായി കാണുമെന്ന് അയാൾക്ക് തോന്നി. അടുത്ത തവണ പൊടിയാടിയിൽ വരുമ്പോൾ അറിയിക്കൂ, ഞാൻ വീട്ടിലേക്ക് വരാം, അയാൾ മെസ്സേജ് ഇട്ടു. രാത്രിയിലാണ് അതിനു മറുപടി കിട്ടിയത്. അയ്യോ വേണ്ട, അമ്മ മാത്രമേ വീട്ടിലുള്ളെങ്കിൽ സാരമില്ലായിരുന്നു. ബ്രദറിൻ്റെ വൈഫിന് അത് മതി പിന്നെ പറഞ്ഞു നടക്കാൻ. അടുത്തയാഴ്ച മിക്കവാറും ഞാൻ തിരുവനന്തപുരത്ത് വന്നേക്കും. എന്ന്? ബുധൻ. അന്ന് നമുക്ക് കാണാം, അവൾ മറുപടി വിട്ടു. എവിടെ വെച്ച്? അത് പിന്നെ തീരുമാനിക്കാം. ശൈലജയെ നേരിട്ടൊന്ന് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. അതിനൊരു കാരണവുമുണ്ട്. അതെന്താണ്? നേരിൽ കാണുമ്പോൾ പറയാം. അയ്യോ, സസ്പെൻസ് വേണ്ട, ടെൻഷൻ അടിച്ച് ഞാൻ ചത്തുപോകും. കുറച്ച് സസ്പെൻസ് നല്ലതാണ്, അതൊരു രസമല്ലേ, അയാൾ എഴുതി. വേണ്ട വേണ്ട, പറയൂ പ്ലീസ്. ഞാൻ പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിൽ വിജയലക്ഷ്മി എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. ഇടതൂർന്ന മുടിയും കുടഞ്ഞാത്തും ഒക്കെ അവൾക്കുണ്ടായിരുന്നു. ശൈലജയുടെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് അവളെ ഓർമ്മ വന്നു. നിങ്ങൾ പ്രേമത്തിലായിരുന്നോ? ഏയ് അല്ല, എനിക്ക് അവളോട് ആരാധനയായിരുന്നു എന്നത് സത്യം. തുറന്നു പറയാമായിരുന്നില്ലേ? അതിലും നല്ലത് അറിഞ്ഞു മനസ്സിലാക്കുന്നതല്ലേ? ആണോ? അതെ. പക്ഷേ സ്ത്രീകൾ പലപ്പോഴും ഉള്ളിലുള്ളത് പുറത്തു പറയില്ല. പറയാതെ മനസ്സിലാക്കാൻ പലർക്കും കഴിയുമില്ല. സാറിനുണ്ടോ? അത്തരമൊരവസ്ഥ വരട്ടെ, അന്നേരം പറയാം. പണ്ടൊക്കെ ഞാൻ ദിവസം 1-2 തവണ മാത്രമേ വാട്സപ്പ് നോക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഓരോ 10 മിനിറ്റ് ഇടവിട്ട് നോക്കൂ, അവൾ എഴുതി. അതെന്താ? സാറിൻ്റെ മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ എന്നറിയാൻ. അത്രയ്ക്ക്? അതെ, അപകടമാണല്ലോ അത്. അറിയാം, പക്ഷേ നമ്മൾ ടീനേജ് കുട്ടികളല്ല, അതും അറിയാം. ശരി, പോവാണ്, പിന്നെ കാണാം. വാട്സപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് സേതുമാധവൻ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. ചെയ്യുന്നത് ശരിയല്ലെന്ന് അയാൾക്ക് തോന്നി. സുനന്ദയ്ക്ക് ആൺസൗഹൃദങ്ങളുണ്ടോ എന്നറിയില്ല. അല്ലെങ്കിൽ തന്നെ 2 മുതിർന്ന മക്കളുടെ അച്ഛനാണ്, ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസറാണ്. പക്ഷേ പിറ്റേന്ന് ശൈലജ വിളിച്ചു. ബുധനാഴ്ച വരുന്നുണ്ടോ? അവൾ ചോദിച്ചു. വരുന്നുണ്ട്. പാളയത്ത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് അവിടെ പോയി ലഞ്ച് കഴിച്ചാലോ? നല്ല ഐഡിയ. ഫ്രീ ആകുമ്പോൾ അവിടേക്ക് വരിക. അതിനു മുമ്പ് എന്നെ ഒന്ന് വിളിക്കണം. വിളിക്കാം. അവൾ കോള് കട്ട് ചെയ്തു. അങ്ങനെ ശൈലജയെ നേരിട്ട് കാണാൻ പോകുന്നു 4 ദിവസം കഴിഞ്ഞ്. സമയം രാത്രി 9 മണി. TV ഓൺ ചെയ്ത് അതിൻ്റെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു ശൈലജ. പക്ഷെ അവൾ വാർത്ത കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഡൈനിങ് ടേബിളിനടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ശശിധരൻ. അതിനിടയിൽ മൊബൈലിൽ സംസാരിക്കുന്നുമുണ്ടായിരുന്നു. മറുതലയ്ക്കിൽ ഏതോ സ്ത്രീയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇടയ്ക്ക് എടി എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയിൽ സർക്കിളായിരുന്ന സമയത്ത് ഒരു ശകുന്തളയുമായിട്ടായിരുന്നു ബന്ധം. വർക്കലയിൽ ഒരു ശശികല, വേറെ എവിടെയൊക്കെയുണ്ടെന്ന് അവൾക്ക് അറിയില്ല. അവരുടെ മുമ്പിൽ വെച്ചും ഈ സ്ത്രീകളോടൊക്കെ ഒരു മറയുമില്ലാതെ സംസാരിക്കാൻ അയാൾക്ക് ഒരു മടിയുമില്ലായിരുന്നു. നാളെ മുതൽ
അതുമാത്രമായിരുന്നു അപ്പോൾ ശൈലജയുടെ ചിന്ത. നാളെ സേതുമാധവനെ കാണാം. ഉറങ്ങാൻ കിടക്കും മുമ്പ് അവൾ മൊബൈൽ എടുത്തു നോക്കി. പതിവ് പോലെ ശുഭരാത്രി വന്നിട്ടുണ്ട്. അവൾ ഒരു സ്വീറ്റ് ഡ്രീംസ് കൂടുതലായി അയച്ചു. രാവിലെ ഓഫീസിൽ പോകാൻ അവൾ ശ്രദ്ധാപൂർവമാണ് ഒരുങ്ങിയത്. അന്ന് ഒരു സിൽക്ക് സാരി എടുത്തു. കാതിലുണ്ടായിരുന്ന കമ്മൽ മാറ്റിയിട്ട് ജിമിക്കി കമ്മൽ അണിഞ്ഞു. 1 കൊല്ലം മുമ്പ് എടുത്ത ഫോട്ടോ ആയിരുന്നു വാട്സാപ്പിൽ കൊടുത്തിരുന്നത്. അന്ന് അണിഞ്ഞിരുന്ന കമ്മൽ അവൾ എപ്പോഴേ മാറ്റിയിരുന്നു. സാറിനെ കണ്ടിട്ട് ഇന്നെന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ. ഓഫീസിൽ ചെന്നപ്പോൾ ജാൻസി അത് കണ്ടുപിടിച്ചു. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ഉച്ചയ്ക്ക് ഒന്നിച്ച് ലഞ്ച് കഴിക്കാൻ പോകുന്നുണ്ട്, ശൈലജ പറഞ്ഞു. ഫ്രണ്ട് ആണോ പെണ്ണോ എന്ന് ജാൻസി ചോദിച്ചില്ല. ഉച്ചയ്ക്ക് 1 മണിയാകും മുമ്പ് സേതുമാധവന്റെ മെസ്സേജ് വന്നു. ഞാൻ ഹോട്ടലിലുണ്ടാകും, അവിടേക്ക് വന്നോളൂ. അവൾ ഓഫീസിൽ നിന്ന് അപ്പോൾ തന്നെ ഇറങ്ങി. നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളുവെങ്കിലും ഓട്ടോയിലാണ് അവൾ ചെന്നത്. ചെന്നപ്പോൾ സേതുമാധവൻ ബ്രീഫ് കേസുമായി വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ഉയരമുള്ള സുന്ദരനായ പുരുഷൻ. ശൈലജ അയാളുടെ അടുത്തേക്ക് ചെന്നു. കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നും വന്നില്ലല്ലോ? പുഞ്ചിരിയോടെ അയാൾ ചോദിച്ചു. ഇല്ല, ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു വ്യത്യാസവുമില്ല, അയാളും ചിരിച്ചു. റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കുള്ള സമയമായിരുന്നു അത്. എങ്കിലും അവർക്ക് അടുത്തടുത്ത് 2 സീറ്റുകൾ കിട്ടി. എന്നെ കണ്ടിട്ട് എന്തു തോന്നുന്നു? അവൾ ചോദിച്ചു. മനസ്സിലുണ്ടായിരുന്ന അതേ ആൾ തന്നെ, അയാൾ പറഞ്ഞു. മനസ്സിലുണ്ടായിരുന്നത് വിജയലക്ഷ്മിയല്ലേ? ഓ, അത് ഇതുവരെ മറന്നില്ലേ? മറക്കുമോ? നന്ദിയുണ്ട് ആ കുട്ടിയോട്. അതെന്താ? ആ കുട്ടി കാരണമല്ലേ, അതായത് ആ ഓർമ്മ കാരണമല്ലേ സാറിന് എന്നോട്? അയാൾ ഹൃദയം തുറന്നു ചിരിച്ചു. അവൾ ആ ചിരി നോക്കിയിരുന്നു. വളരെ അടുപ്പത്തോടെയാണ് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവർ സംസാരിച്ചത്. നമ്മൾ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അവൾ ചോദിച്ചു. ഒരു ജന്മം മുഴുവൻ ഒന്നിച്ചുണ്ടായിരുന്നത് പോലെ അല്ലേ? സമയം പോയതറിഞ്ഞില്ല. പിരിയേണ്ട സമയമെത്തി. ഇനി എന്നാണ് നമ്മൾ കാണുന്നത്? അവൾ ചോദിച്ചു. ഇതുപോലെ ഒരു ദിവസം വരണം, ഞാൻ കാത്തിരിക്കും. വരും. ശൈലജ ഓഫീസിലേക്ക് മടങ്ങി. അയാൾ ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്കും. രാത്രിയിൽ ശൈലജയുടെ മെസ്സേജ് വന്നു. സത്യം പറ, എന്നെ ഇഷ്ടപ്പെട്ടോ? ഒത്തിരി ഇഷ്ടപ്പെട്ടു, അയാൾ മറുപടി പറഞ്ഞു. എന്നിട്ട് എൻ്റെ കയ്യിലൊന്നും തൊട്ടതുപോലുമില്ലല്ലോ. കൊതിച്ചായിരുന്നോ? അതിനെന്താ, ഇനിയും നമ്മൾ കാണുമല്ലോ. എന്നാണ്? അവസരങ്ങൾ വരും. ഒരാഴ്ച കഴിഞ്ഞു. ഓഫീസിലെ 10-12 പേർ ചേർന്ന് ഒരു ഉല്ലാസയാത്ര പ്ലാൻ ചെയ്തു. ഇടുക്കി ജില്ലയിൽ കാടിനുള്ളിലുള്ള ഒരു റിസോർട്ടിൽ രാത്രി താമസം. 2ാം ശനിയും ഞായറും ചേർന്ന് 2 ദിവസം. ശൈലജയെ വിളിച്ചപ്പോൾ സേതുമാധവൻ അക്കാര്യം പറഞ്ഞു. അടുത്ത ശനിയും ഞായറും ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഒരു ടൂറ് പോകുന്നു. അന്ന് വിളിക്കാനോ മെസ്സേജ് ചെയ്യാനോ സൗകര്യം കിട്ടിയെന്ന് വരില്ല. എവിടേക്കാണ് പോകുന്നത്? വനത്തിലേക്കാണ്. മഞ്ഞും തണുപ്പും കാടിൻ്റെ വന്യതയും കാട്ടുപക്ഷിയുടെ പാട്ടും അല്ലേ? അവൾ ചോദിച്ചു. അതെ. ഓർത്തിട്ട് കൊതിയാകുന്നു, അവൾ പറഞ്ഞു. ഫോട്ടോസ് ഞാൻ അയച്ചു തരാം. പോരാ, എനിക്ക് നേരിട്ട് അതെല്ലാം കാണണം. ഒരു ഫാമിലി ട്രിപ്പ് പോകും, മോൻ കോഴിക്കോട്ട് നിന്ന് വരുമ്പോൾ, സേതുമാധവൻ പറഞ്ഞു. നടക്കാത്ത കാര്യം. അതെന്താ? അതങ്ങനെയാണ്. ശരി സാർ, നമുക്ക് പിന്നീട് സംസാരിക്കാം. അവൾ കോള് കട്ട് ചെയ്തു. എന്തോ അവൾ ഒളിക്കുന്നുണ്ടുവെന്ന് തോന്നുന്നു. വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൾ പലപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. രാത്രിയിൽ ശൈലജയുടെ ഒരു മെസ്സേജ് വന്നു. ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുമോ? ഇല്ല, അയാൾ മറുപടി കൊടുത്തു. നമ്മൾ 2 പേരും മാത്രം, ഒരു ദിവസം. വനത്തിലെ ആ റിസോർട്ടിലേക്ക് പോകാമോ? സീരിയസ് ആയിട്ട് പറയുകയാണോ? വിശ്വാസം വരാതെ അയാൾ ചോദിച്ചു. യെസ്, സീരിയസ്. ഞാനത് ആഗ്രഹിക്കുന്നു. പറഞ്ഞാൽ മതി, ഞാൻ വരാം. കൊണ്ടുപോകുമോ എന്നെ? എന്ത് മറുപടി എഴുതുമെന്നറിയാതെ സേതുമാധവൻ ഒരു നിമിഷം ആലോചനയോടെയിരുന്നു. തുടരും.